ഹായ് ഗായ്സ്, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ പുഡിംഗ് ആണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു കരിക്കാണ് കേട്ടോ. ഒരു കരിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെട്ടി റെഡിയാക്കി വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ കാമ്പ് വെള്ളമൊക്കെ നമുക്കിതിന് അത്യാവശ്യമാണ്. അപ്പോൾ കരിക്കിൽ നിന്ന് കാമ്പെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. കരിക്കിൻ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെടുത്ത കാമ്പും അല്പം പഞ്ചസാരയും കൂട്ടിയിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് അല്പം ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കാം. ശേഷം കരിക്കിൻ വെള്ളം ഒരു പാനിലൊഴിച്ച് നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവ നല്ലപോലെ ചൂടായതിന് ശേഷം ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അല്പം പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഇളനീർ കാമ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്കും അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ശേഷം അല്പം ചൈന ഗ്രാസ് മെൽറ്റാക്കി വെച്ചതും ഒഴിച്ച് കൊടുക്കാം. ഇവയെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ചൈന ഗ്രാസും കരിക്കിൻ വെള്ളം കൂടി റെഡിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോൾ ജെല്ലി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെറിയ രീതിയിൽ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇത് മൊത്തത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ചെറിയ പീസാക്കിയിട്ട് വേണം കേട്ടോ നമ്മളത് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, നല്ല ജെല്ലി പരുവമായുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കരിക്കിൻ്റെ ആ കാമ്പും പിന്നെ പാലും ചൈന ഗ്രാസും പഞ്ചസാരയും എല്ലാം കൂടി റെഡിയാക്കി വെച്ച ആ മിക്സും കൂടി
ഇതിലേക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ജെല്ലി പീസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് രൂപം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതേ വലിപ്പത്തിലുള്ള മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ട്രേയുടെ അതേ രൂപത്തിൽ തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ട്രേയുടെ അതേ രൂപത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെ സ്പൂൺ ഉപയോഗിച്ച് കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.